പിന്നെ ഞാനിത് പറയുന്നത് വെറുതെ ഒരു പൂജാരി പറഞ്ഞതിൻ്റെ പേരിലൊന്നുമല്ല, തെളിവ് സഹിതം അവരെന്ത് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട്. കാരണം അത് അത് ഞാൻ പറയാമോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, തെളിവ് സഹിതം എനിക്കത് കിട്ടി. എൻ്റെ ബുക്കിനകത്ത് കൊണ്ടുവന്നിട്ടൊരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കിട്ടി, അത് കണ്ടു. അപ്പോഴാണ് നമ്മളും 100% വിശ്വസിച്ചത്. പിന്നെ അനുഭവിക്കുമ്പോൾ എന്തായാലും നമ്മൾ വിശ്വസിക്കുമല്ലോ. മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടാവുന്നു. ഈ പറയുന്ന പോലെ എനിക്കത് പറഞ്ഞാൽ തീരില്ല, അത്രയ്ക്കുണ്ട്. ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അത്യാവശ്യം വലിപ്പമുള്ളൊരു ബുക്ക് എഴുതാനുള്ളൊരു കഥയുണ്ടത്. അപ്പോൾ ഞാനിത് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ബ്ലാക്ക് മാജിക് കാര്യങ്ങളൊക്കെ കുറേ വീഡിയോസ് ഇതറിഞ്ഞ ശേഷം ഇതെന്താണ് എങ്ങനെയാണ് എന്നൊക്കെ എനിക്കറിയാം. കുറേ നാളുകളായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ ആണ്. എനിക്കിതുണ്ട് എന്നുള്ളത് എനിക്ക് ട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ പേഴ്സൺ അതെന്നോട് ചെയ്തു എന്നുള്ളതിലാണ് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് വന്നത്. കാരണം എൻ്റെ വീട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫാമിലിയിൽ ക്ലോസ് ആയിട്ടുള്ള ഒരു ലേഡി, അതും ഒരു ലേഡി, പിന്നെ എൻ്റെ നെയ്ബേഴ്സായിട്ടുള്ള 2 ആൾക്കാർ, 2 ആളുകളല്ല, 2 ഫാമിലിയിലുള്ള 2 ആളുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അതും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എൻ്റെ കുറേ നാളത്തെ റിസർച്ച് തന്നെ ഇതിൻ്റെ പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതെന്ത് സംഭവം എന്ന് കുറേയൊക്കെ ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനിങ്ങനെ അതിൻ്റെ ഒരു വിക്ടിം, ഏറ്റവും വലിയൊരു വിക്ടിം അയക്കുന്നത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ മാത്രമല്ല, ഞങ്ങൾ 4 പേരും ഈ വീട്ടിലുള്ളവർ, പ്ലസ് എൻ്റെ കാര്യം കൂടെ ആയപ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര വിശ്വാസമാണ്. ഞാൻ അതിൻ്റെ കുറേ വീഡിയോസ്, നല്ല അറിവുള്ള ആളുകൾ സംസാരിക്കുന്നത് ഞാൻ ഡയറക്റ്റ് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് നല്ല വിശ്വാസമാണ് ഇതിൽ. അപ്പോൾ ഇങ്ങനെ വിശ്വാസമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ഏറെക്കുറെ ഒരു 1000 വ്യൂസിനടുത്ത്, അല്ലെങ്കിൽ അബവ് 500 വ്യൂസ് എന്തായാലും എൻ്റെ റീൽസ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അറ്റ്ലീസ്റ്റ് എത്ര പേർക്ക് ഇത് ട്രസ്റ്റ് ഉണ്ടെന്നുള്ളത് എന്നറിയണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പം കുറേ വീഡിയോസ് ഇതിനെ പറ്റിയിട്ടൊക്കെ കാണുന്നുണ്ട്, ഒരുപാട് കമൻറ്റ്സ് വരുന്നു, ഒരുപാട് പോപ്പുലറായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. യൂട്യൂബ് ചാനൽസിലൊക്കെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റി ഈ പറയുന്ന ഐറ്റംസ് ഉണ്ടെന്നുള്ളതും ഒക്കെ ഇപ്പോൾ എനിക്ക് അറിയാം. അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്കിത് എങ്ങനെയാണ് റെസിസ്റ്റ് ചെയ്യേണ്ടത് എന്നറിയില്ല. എന്ത് ചെയ്താലും നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം ഞാൻ ദൈവത്തോടെപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും. ഓരോരോ ചെറിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇത് അതോടെ തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ ആ സോ കോൾഡ് പേഴ്സൺ എന്താണോ ഇൻറ്റൻറ്റ് ചെയ്തത്, അവരുടെ